സോ മക്കളെ, അടുത്തൊരു അടിപൊളി ക്വസ്റ്റൻ ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയറിൽ നിന്ന്. സോ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് വീണ്ടും ഒരു 3 മാർക്ക് അല്ലെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. വിച്ച് പ്രോസസ് ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇലസ്ട്രേഷൻ? ഇല്ലസ്ട്രേറ്റ് ദ സ്റ്റെപ്സ് ഓഫ് ദിസ് പ്രോസസ് ഇൻ ദ ഫോം ഓഫ് എ ഫ്ലോ ചാർട്ട്. അപ്പൊ ഇതേതാണ് ഈ ഒരു പെർട്ടിക്കുലർ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രോസസ് അല്ലെ മെക്കാനിസം എന്ന് പറയുന്നത്? യെസ്, വാട്ട് ഇസ് ദാറ്റ്? ഫാഗോസൈറ്റോസിസ് അല്ലെ? എന്താണ് ഫാഗോസൈറ്റോസിസ്? അപ്പൊ അതിന്റെ ആ ഒരു പെർട്ടിക്കുലർ ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്തേ. യെസ്, പാത്തജൻ വന്നു കഴിയുമ്പോൾ അവിടെ പാത്തജന്റെ അടുത്ത് എന്താണ് പാത്തജൻ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ റിസപ്റ്റേഴ്സ് ഉണ്ട്, റൈറ്റ്? സോ phagocyte reaches near the pathogen and with the help of receptors the pathogen is captured and engulfed. And എൻഗൾഫ് ചെയ്ത് ഈ പാത്തജനെ എൻഗൾഫ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന എന്താണ്? ഇറ്റ്സ് എ ഫാഗോസോം അല്ലെ? ഇനി ഈ ഫാഗോസോമിന് എന്ത് സംഭവിക്കുന്നു? ദ ലൈസോസോം കംസ് ടു ദ ഫാഗോസോം ആൻഡ് ഇറ്റ് കമ്പൈൻസ് വിത്ത് ദ ഫാഗോസോം ടു ഫോം ഫാഗോലൈസോസോം. ഓക്കെ, അപ്പൊ ഈ ലൈസോസോമിലുള്ള എൻസൈംസ് സെക്രീറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള പാത്തജനെ അത് ഡിസ്ട്രോയ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ അതിന്റെ വേസ്റ്റ് പ്രോഡക്ട്സ്, അതിന്റെ ഡെഡ് സെൽസ് എന്താണ്? പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ പാത്തജനെ ആക്ച്വലി ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫാഗോസൈറ്റോസിസ് എങ്ങനെ നടക്കുന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. ഇവിടെ മലയാളത്തിൽ നിങ്ങൾക്ക് അത് കാണാം. ഫാഗോസൈറ്റ് രോഗാണുവിന്റെ സമീപത്തെത്തുന്നു. ഗ്രാഹികളുടെ സഹായത്താൽ രോഗാണുവിനെ പിടികൂടി അകത്താക്കുകയും ഫാഗോസോം രൂപപ്പെടുകയും ചെയ്യുന്നു. ലൈസോസോം ഫാഗോസോമുമായി കൂടിച്ചേർന്ന് ഫാഗോലൈസോസോം രൂപപ്പെടുന്നു. ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുവിനെ നശിപ്പിക്കുന്നു, അവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ.